ഭാഷ 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 ഭാഷയും ഹമ്മും മമ്മൂട്ടീൻ്റെ കണക്ഷൻ എന്താണെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. 1995 റിലീസായിട്ടുള്ള ഭാഷ ആ സമയത്തുള്ള ഏറ്റവും സൂപ്പർ ഹിറ്റ് എന്ന് മാത്രമല്ല, ഒരു മാസ് സിനിമേൻ്റെ ഒരു ഫോർമാറ്റ് അല്ലെങ്കിൽ ഒരു ടെംപ്ലേറ്റ് കൊടുത്തൊരു സിനിമ തന്നെയായിരുന്നു അത്. കാരണം ആ സിനിമേൻ്റെ ഒരു ടെംപ്ലേറ്റ് വെച്ചിട്ട് ഇപ്പോൾ വേണമെങ്കിൽ നമുക്കിപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയിട്ടുള്ള ഏമ്പുരാൻ വരെ നമുക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ ലൂസിഫർ ഒക്കെ ഈ ഭാഷേൻ്റെ ഒരു അഡാപ്റ്റേഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റുന്ന സിനിമകളാണ്. ഇതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് വന്നിട്ടുള്ളത് ഹം എന്നുള്ള സിനിമയിൽ നിന്ന് ആണ് ഇവർ ഈ സിനിമ എടുത്തിട്ടുള്ളത്. പക്ഷെ അതൊരു റീമേക്ക് അല്ല. ഹം റിലീസാവുന്നത് 1991 അമിതാഭ് ബച്ചൻ, ഗോവിന്ദ, രജനീകാന്ത് ഒക്കെ അഭിനയിച്ചിട്ടുള്ള സിനിമയാണ്. സൂപ്പർ ഹിറ്റ് പാട്ടുകളായിട്ടുള്ള ചുമ്മാ ചുമ്മാ ദേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാട്ടുകളൊക്കെ ഉള്ള സിനിമയാണ്. ആ സമയത്തും അതും ഒരു സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട സിനിമയാണ്. പക്ഷേ അത് ഒരു എന്താ പറയുക, അതും ഒരു ഇംഗ്ലീഷ് സിനിമയായിട്ടുള്ള 1985 വന്നിട്ടുള്ള ടാർഗറ്റ് എന്ന് പറയുന്ന സിനിമേൻ്റെ റീമേക്ക് എന്നാണ് അതിനെപ്പറ്റി പറയപ്പെടുന്നത്. റീമേക്ക് എന്നല്ല, അതിൻ്റെ ഒരു പ്ലോട്ട്, ബേസിക് പ്ലോട്ട് അതിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഒരു ഫ്യൂജിറ്റീവ് എന്താ പറയുക, വേറെ ഐഡൻറ്റിറ്റിയിൽ ഒരു സ്ഥലത്ത് ജീവിക്കുന്നതായൊക്കെ വരുന്ന പ്രശ്നങ്ങളൊക്കെയാണ് സിനിമ പറയുന്നത്. അത് അങ്ങനെ തന്നെ കോപ്പി അടിക്കാണ്ടിയാണ് ഹം ഉണ്ടാക്കിയിട്ടുള്ളത്. ഹമ്മിന്ന് ഭാഷ ഉണ്ടാക്കുമ്പോൾ ഹമ്മിൻ്റെ ഒരു കഥേൻ്റെ ചെറിയൊരു സിമിലർ പ്ലോട്ടൊക്കെ എടുത്തിട്ടുണ്ടെങ്കിലും അത് എങ്ങനെ ഒരു തമിഴ് സിനിമയിലേക്ക് അല്ലെങ്കിൽ തമിഴ് കൾച്ചറിലേക്ക് കൊണ്ടുവരാമെന്നുള്ളതിൻ്റെ ഒരു മാസ്റ്റർ പീസായിരുന്നു ശരിക്കും പറഞ്ഞ ഭാഷ. സിനിമ ടി വിയിലാണ് കാണുന്നത്. ടി വിയിലൊക്കെ കാണുമ്പോൾ ഈ ഹമ്മ് ഓൾറെഡി കണ്ടിട്ടുള്ളതുകൊണ്ട് എനിക്ക് തോന്നിയിട്ട് ഇത് നമ്മളത് ഒരേപോലെ അല്ലേ എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരിക്കലും ഹമ്മായിട്ട് നമ്മളിപ്പോഴും അത് കോപ്പി അല്ലെങ്കിൽ അത് രണ്ടും നമ്മൾ ഒരേ ഒരു ഫ്രെയിമിൽ വെച്ച് നോക്കിയാൽ അതിനൊരു ഒരു സിമിലാരിറ്റി തോന്നുന്നില്ല. അതിലും അനിയന്മാരെ കഥയൊക്കെയാണ് പറയുന്നതെങ്കിൽ ഇതിൻ്റെ അനിയൻ്റെ കഥയാണ് പറയുന്നത്. ഒരു അനിയനും ഒരു അനിയത്തി അങ്ങനെയാണ് കഥയൊക്കെ പറയുന്നത്. പക്ഷേ അതിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടെങ്കിലും രജനീകാന്തിൻ്റെ ഒരു ഓറയ്ക്ക് പറ്റിയിട്ടുള്ള ഒരു സിനിമയായിരുന്നു അത്. രജനീകാന്തിൻ്റെ ഒരു സ്ക്രീൻ പ്രസൻസ്, രജനീകാന്തിൻ്റെ അടുത്ത് നമ്മൾ എന്ത് എക്സ്പെക്ട് ചെയ്യുന്നുള്ളതിൻ്റെ ഒരു ടൈലർ ഫിറ്റ് ആയിരുന്നു ഭാഷ. ഈ സിനിമ തന്നെ ഒരു എന്താ പറയുക, സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായിരുന്നു. സുരേഷ് കൃഷ്ണയാണ് അതിൻ്റെ സ്ക്രീൻ പ്ലേ എന്ന് പറയപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിലും ക്രെഡിറ്റ്സിലൊക്കെ അയാളുടെ പേരാണ് കൊടുത്തിട്ടില്ലെങ്കിലും ഡേയ്സ് ഓഫ് ഭാഷ എന്ന് പറഞ്ഞിട്ട് സുരേഷ് കൃഷ്ണൻ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട് അതിനെ പറ്റിയിട്ട്. ഇങ്ങനെ 50 ദിവസം കൊണ്ടാണ് ഭാഷ തീർത്തിട്ടുള്ളത്. 50-55 എനിക്ക് ഓർമ്മയില്ല ക്ലിയറായിട്ട്. പറയുന്ന കാര്യങ്ങളിൽ നമ്മളത് സൂക്ഷിച്ച് നോക്കിയാലും പിന്നെ അയാൾ ഈ സുരേഷ് കൃഷ്ണൻ്റെ പഴയ ഇൻ്റർവ്യൂവിലൊക്കെ അയാൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം, ഇത് രജനീകാന്തിൻ്റെ ഒരുപാട് ഇൻപുട്ടുള്ള സിനിമയാണ്. കാരണം രജനീകാന്താണ് മറ്റേ ഈ സിനിമ സുരേഷ് കൃഷ്ണനോട് വരാൻ പറഞ്ഞിട്ട് ഈ സിനിമ ചെയ്യുന്നത്. കാരണം മുമ്പുള്ള വീര എന്ന് പറഞ്ഞ സിനിമ കുറച്ചൊരു ആവറേജൊക്കെ ആയിട്ട് പോയതുകൊണ്ട് തന്നെ ഈ സിനിമ അവർക്ക് ഹിറ്റാക്കണം എന്നുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് രജനീകാന്ത് എന്നുള്ളൊരു ബുദ്ധിരാക്ഷസൻ്റെ ഒരു ബുദ്ധി തന്നെയാണ് ഈ സിനിമ. പറയാൻ പറഞ്ഞു, രജനീകാന്ത് ഈസ് വൺ ഓഫ് ദി ക്യാരക്ടർ ഇൻ ഹമ്മിൽ അമിതാഭ് ബച്ചൻ്റെ ഒരു അനിയനായിട്ട് അഭിനയിച്ചത് രജനീകാന്തായിരുന്നു. അപ്പോൾ രജനീകാന്തും ആ സിനിമയിൽ ഒരു പാട്ടായിരുന്നു. അപ്പോൾ രജനീകാന്ത് ആ സിനിമ കണ്ടപ്പം മൂപ്പര് തലയിൽ ഉദിച്ചൊരു ബുദ്ധിയാണ് ഈ ഭാഷ എന്ന് പറഞ്ഞൊരു ഇതും. പിന്നെ ഇതിലാണ് ഞാൻ പറഞ്ഞ ഒരു മമ്മൂട്ടി കണക്ഷൻ വരുന്നത്. എത്ര പേർക്ക് അറിയുന്നറിയില്ല. ഈ ഭാഷ എന്ന് പറഞ്ഞ സിനിമേൻ്റെ അകത്ത് ഈ ഭാഷേൻ്റെ ഗെറ്റപ്പ് ഉണ്ട്. രജനീകാന്ത് സെക്കൻഡ് ഹാഫൊക്കെ ആകുമ്പോൾ ഭാഷനെ കാണിക്കുന്നുണ്ട്. ആ ഭാഷേൻ്റെ കോസ്റ്റ്യൂം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സാമ്രാജ്യം 1990 വന്നിട്ടുള്ള സാമ്രാജ്യം എന്ന് പറഞ്ഞ സിനിമേൻ്റെ മമ്മൂക്കാൻ്റെ ഗെറ്റപ്പാണിത്. ഭാഷേൻ്റെ കോസ്റ്റ്യൂമും നമ്മുടെ സാമ്രാജ്യത്തിലെ മമ്മൂക്കാൻ്റെ കോസ്റ്റ്യൂമും അടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതേ സെയിം സാധനം, അതേ കോസ്റ്റ്യൂമാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. എന്തിനകത്ത് ആടി വരെ ആ സിനിമ ഇപ്പം ഞാൻ പറഞ്ഞ ഈ ഭാഷ സിനിമ നമ്മളുടെ ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ എമ്പുരാൻ വരെ എത്തി നിൽക്കുന്ന സിനിമകൾക്ക് ഒരു പ്രചോദനമാവുന്നുണ്ട്. ഇപ്പോൾ നമുക്കതിനെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പം തമിഴിൽ വിജയ് ചെയ്തിട്ടുള്ള ഭഗവതി ഓടാത്ത സിനിമയാണ്, വലിയ കാര്യമായിട്ടൊന്നും ഓടിയിട്ടില്ല. പിന്നെ അജിത്ത് അഭിനയിച്ചിട്ടുള്ള ജന, പിന്നെ നമ്മളുടെ പറയാനുള്ള കുറേ സിനിമ ഉണ്ട്. മലയാളത്തിൽ നമ്മളുടെ ഉസ്താദ്, ലാലേട്ടൻ അഭിനയിച്ചിട്ടുള്ള ഉസ്താദ്. പിന്നെ ഈ സിനിമ തന്നെ, ഈ ഭാഷ സിനിമ തന്നെ ഒരുപാട് ലാംഗ്വേജിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ട ഭാഷയാണ്. എനിക്ക് തോന്നുന്നു കന്നഡത്തിൽ അത് കൊട്ടികോപ്പാണ് അങ്ങനത്തെ ഒരു ടൈറ്റിൽ സിനിമ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ഹിന്ദിയിലേക്ക് മാത്രമേ റീമേക്ക് ചെയ്യാത്തുള്ളൂ, ബാക്കിയല്ല ലാംഗ്വേജിലേക്ക് ഈ ഭാഷ എന്ന് പറഞ്ഞ സിനിമ റീമേക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ സിനിമകളിലൊന്നും, ഈ റീമേക്ക് ചെയ്ത സിനിമകളിലൊന്നും ഭാഷയായിട്ട് റീമേക്ക് ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം അതിൻ്റെ വില്ലനാണ്. കാരണം രഘുവരൻ എന്താ പറയുക ചെയ്തു വെച്ചിട്ടുള്ള മാർക്ക് ആൻ്റണി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഭാഷേൻ്റെ വില്ലൻ, അല്ലെങ്കിൽ ഭാഷയിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ക്യാരക്ടറായിട്ട് വരുന്ന വില്ലൻ രഘുവരൻ്റെ ക്യാരക്ടർ ഒരിക്കലും വേറെ ഒരാൾ അല്ലെങ്കിൽ വേറെ ഒരു ആക്ടറെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നത്. പക്ഷേ അത് ആ ലാംഗ്വേജുകളിലൊക്കെ ഓടിയ സിനിമ എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ എന്തായാലും ഈ മാർക്ക് ആൻ്റണി നിന്നുകൊണ്ടാണ് ഭാഷ നിന്നത്. അതുപോലെ നമ്മൾ ജയിലറിൽ വിനായകൻ നിന്നുകൊണ്ടാണല്ലോ ജയിലറിന് കിട്ടുക. അതുപോലെ ഇപ്പോൾ നമ്മൾ തുടരലും നോക്കുകയാണെങ്കിൽ ജോർജ് സാറ്, നമ്മുടെ പ്രകാശ് വർമ്മ ചെയ്തിട്ടുള്ള ആ ക്യാരക്ടറും
ലാലേട്ടൻ എപ്പോഴും ഒരു ഹീറോൻ്റെ മുകളിൽ നിൽക്കുന്ന വില്ലൻ എന്നുള്ള ഒരു സംഭവം ഈ ഭാഷയിൽ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഭാഷ ഓടിയത്. എനിക്ക് തോന്നുന്നു ഭാഷയൊന്നും നമുക്ക് റീമേക്ക് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ആരെങ്കിലും റീമേക്ക് ചെയ്താൽ വർക്കാവുമോ എന്നുള്ളൊക്കെ കാര്യം ഡൗട്ടാണ്. എനിക്ക് തോന്നുന്നു രജനീകാന്തിൻ്റെ ഒരു ഫിലിമോഗ്രാഫി എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രജനീകാന്തിൻ്റെ സിനിമ ആരെങ്കിലും റീമേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അജിത്ത് മാത്രമേ ഉള്ളൂ. ബില്ല എന്ന് പറഞ്ഞ സിനിമ രജനീകാന്ത് ചെയ്തു വെച്ചിട്ടുള്ള ബില്ല ക്യാരക്ടർ അത് അജിത്ത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. കാരണം മൂപ്പരെ പോലെ തന്നെ കുറച്ച് സ്ക്രീൻ പ്രസൻസ് ഉള്ള ആളാണ് അജിത്ത്. അതുകൊണ്ട് അത് ഏകദേശം കറക്റ്റ് ഫിറ്റായിരുന്നു ഒരു ബില്ല എന്ന് പറഞ്ഞ ക്യാരക്ടറിൽ. സോ ബാക്ക് ടു ഭാഷ ആ സമയത്ത് റിലീസായെങ്കിലും ഓടിയെങ്കിലും പിൻകാലങ്ങളിൽ 2000 പിന്നെ റിലീസ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് അറ്റ്മോസിൽ ഇപ്പോൾ ഈ അടുത്ത് അറ്റ്മോസിൽ വന്നു. സോ ഇങ്ങനെയൊക്കെ അതിന് കുറേ എന്താ പറയുക ചരിത്രമുള്ളൊരു സിനിമയാണ് ഭാഷ. മാത്രമല്ല ആ ഒരു ടെംപ്ലേറ്റ് ഉണ്ടല്ലോ, അതായത് സാധാരണ ഓട്ടോക്കാരനായിട്ട് ജീവിക്കുന്ന ഒരാൾക്ക് വേറൊരു പാസ്റ്റ് ഉണ്ടെന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്റ്റീഫൻ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല എന്ന് പറയുന്നത്, സ്റ്റീഫനാണ് അബ്രാം ഖുറേഷി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പരമേശ്വരനാണ് ഉസ്താദ് എന്ന് പറയുന്നത്, ഇതൊക്കെ നമ്മളൊന്ന് എടുത്തു നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഏകദേശം ഒരേ അച്ചാണ്, ഒരേ ഒരു ടെംപ്ലേറ്റ് ആണ്. അതാണ് സിനിമയുടെ കോറ്. കഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ്, ഈ ഐഡൻറ്റിറ്റി ഇല്ല. അതായത് അയാൾക്കൊരു ഐഡൻറ്റിറ്റിയിലാണ് ജീവിക്കുന്നത്, പക്ഷേ അയാൾ ഒരു സാധാരണ മനുഷ്യൻ പോലെയാണ് ജീവിക്കുന്നത്, പക്ഷേ അയാൾ ഭയങ്കര വേറൊരാളാണ് എന്ന് പറയുന്നതൊക്കെ. എന്തിനധികം ഇംഗ്ലീഷിൽ ഇപ്പോൾ ഒരു കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വന്നിട്ടുള്ള നോബഡി എന്ന് പറഞ്ഞ സിനിമയിലും ഇതേ ടെംപ്ലേറ്റാണ് ഉപയോഗിക്കുന്നത്. ഈ ടെംപ്ലേറ്റ് നമ്മളുടെ ഇന്ത്യയിൽ ആദ്യം ഭയങ്കര നന്നായിട്ട് വർക്ക് ചെയ്യും. അതായത് ഹമ്മാണ് അതിൻ്റെ ഒരു സീഡെങ്കിലും ഇതിനെ ഒരു മാസിലേക്ക് കൊണ്ടുവന്ന ഒരു മാസ് എൻ്റർടൈൻമെൻറ്റ് സിനിമയായിട്ട് കൊണ്ടുവന്നതിൻ്റെ ക്രെഡിറ്റ് എപ്പോഴും ഭാഷയ്ക്ക് ഉണ്ടാവുള്ളൂ. അത് എന്നും ഭാഷയായിരിക്കും.